ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 18+ കണ്ടന്റുമായിട്ടാണ്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പം മദ്യം, ലഹരി, അതിന് കുറേ സൈഡ് എഫക്റ്റ് നമുക്കറിയാം അല്ലേ. ലിവറിനെ ബാധിക്കുന്നതും ആരോഗ്യത്തെ ബാധിക്കുന്നതും സാമ്പത്തിക ബാധിക്കുന്നതും സാമൂഹികമായി ബാധിക്കുന്നതും. പക്ഷെ കുറച്ച് പേർക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളുടെ ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി അധികം യൂസ് ചെയ്യുന്നത് നമ്മളുടെ ലൈംഗികതയെ ബാധിക്കും. എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെ പ്രധാനമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നോക്കാം. ആദ്യത്തേത് ഡിക്രീസ്ഡ് സെക്ഷൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അമിതമായ ലഹരി ഉപയോഗം പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നു. അതുപോലെ തന്നെ സെക്സ് ഡ്രൈവ് കുറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് റെഡ്യൂസ്ഡ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ അമിതമായ ലഹരി ഉപയോഗം നമ്മളുടെ സെൻസേഷനെ ബാധിക്കുന്നു. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മെല്ല് ചെയ്യാൻ, കാണാൻ, കേൾക്കാൻ, ഫീൽ ചെയ്യാനൊക്കെ ഉള്ള കഴിവ്. അപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വികാരം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സെക്സ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു പൂർണ്ണതയിലോട്ട് എത്തില്ല. തേർഡ് വൺ, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് STD. STD എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ല അമിതമായി ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ചില ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെ അത് വ്യക്തികളനുസരിച്ചിട്ടാണോ, ചിലവർക്ക് ഉണ്ടാവും ചിലവർക്ക് ഉണ്ടാവില്ല. ഞാൻ എല്ലാവരെയും കോമൺ ആയി പറയല്ല. ചില ആൾക്കാർക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകും. എന്ന് വെച്ചാൽ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നറിയില്ല. അപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിന് പോവുകയാണെങ്കിൽ അതുവഴി ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് നമുക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോർത്ത് വൺ, റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അമിതമായി ലഹരി ഉപയോഗിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാളുടെ പാർട്ട്ണറുമായിട്ട് ഡെയിലി ഇഷ്യൂസ് ആയിരിക്കും. വർത്താനം ഉണ്ടാവും, കച്ചറുണ്ടാവും, ഒച്ചപ്പാടുണ്ടാവും, അവരുടെ ഇടയിലുള്ള സംസാരം കുറയും, തെറ്റിപ്പോക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ചില ഭർത്താക്കന്മാരുടെ ഇടയിൽ കോമൺ ആയിട്ട് സംശയം കാണാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അത് ഫർദർ ആയിട്ട് കുറേ ഇഷ്യൂസ് അവരുടെ ബന്ധങ്ങളിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലും പ്രശ്നം ഉണ്ടാവാൻ കാരണമാണ്. അവസാനത്തെ ഫിഫ്ത്ത് വൺ, ഹോർമോണൽ ഇംബാലൻസ്. ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലഹരി ഉപയോഗം നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ലെവലിനെ കുറയ്ക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണിൻ്റെ ലെവലൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കും. ഓക്കെ ഗൈസ്, ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു. ബൈ.